വാട്ടർ കണക്ഷൻ ഇല്ലെങ്കിലും പണം നൽകണമെന്ന് വാട്ടർ അതോറിറ്റിയുടെ തിട്ടൂരം. പണം അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി എന്നും മുന്നറിയിപ്പ്. ജീവിതത്തിൽ വാട്ടർ കണക്ഷൻ എടുക്കാത്ത തലക്കോട് സ്വദേശിക്കാണ് അറിയാത്ത കാര്യത്തിന് പിഴയൊടുക്കേണ്ടി വരുന്നത്. തലക്കോട് കൂവക്കണ്ടത്തിൽ തോമസിന് കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ലഭിച്ച നോട്ടീസാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. വാട്ടർ കണക്ഷന്റെ കുടിശ്ശിക തുക 2332 രൂപ ഉടൻ അടയ്ക്കണമെന്നും അല്ലെങ്കിൽ കണക്ഷൻ കട്ട് ചെയ്യുമെന്നായിരുന്നു നോട്ടീസിൽ. പണം അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി വഴി പണം ഈടാക്കുമെന്നറിഞ്ഞതോടെ തോമസ് ശരിക്കും ഞെട്ടി. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും താൻ വാട്ടർ കണക്ഷൻ എടുത്തിട്ടുമില്ല. പിന്നെന്തിന് ഈ നോട്ടീസ് എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ചിന്ത. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ റെക്കോർഡുകളിൽ ഇദ്ദേഹത്തിന് വാട്ടർ കണക്ഷൻ ഉണ്ട് താനും. എനിക്ക് വട്ടായതാണോ അതോ വാട്ടർ അതോറിറ്റിക്ക് മുഴുവൻ വട്ടായതാണോ എന്ന സലീം കുമാറിന്റെ ഡയലോഗാണ് ഇദ്ദേഹത്തിന് ഓർമ്മ വന്നത്. പ്രശ്നം ഗൗരവമാണെന്ന് മനസ്സിലാക്കിയതോടെ ഒന്നുകൂടി പരിശോധിച്ച് മറുപടി നൽകാമെന്ന നിലപാടിലെത്തി വാട്ടർ അതോറിറ്റി. ഈ നോട്ടീസ് 3 ദിവസം മുമ്പ് വന്നതാണ്. വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ് ഈ നോട്ടീസ് വന്നേക്കുന്നത്. ഇത് നിങ്ങളുടെ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള എൻ്റെ ബാലൻസ് തുകയായിട്ടുള്ള 2333 രൂപ 32 രൂപ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ തുടർ നടപടി സ്വീകരിക്കുമെന്നും അത് കളക്ടർ മുഖാന്തരം സ്വീകരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വാട്ടർ കണക്ഷൻ ഇല്ല. ജീവിതത്തിൽ നമ്മൾ വാട്ടർ കണക്ഷന് വെള്ളം ഉപയോഗിച്ചില്ല. നമ്മുടെ സ്വന്തപ്പെട്ടവരോ അയൽവക്കാരത്തോ ഈ ഭാഗത്തൊന്നും 5-8 വീടുണ്ട്. ആ വീടുകളിലൊന്നും വാട്ടർ കണക്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നാൽ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ 2 ദിവസത്തിനുള്ളിൽ അന്വേഷിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ നമ്പർ മേടിച്ച് എന്നെ തിരിച്ചുവിടുകയാണ് ചെയ്തത്. അപ്പോൾ അവർ പറയുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർ കണക്ഷൻ വെള്ളം ആരോ ഉപയോഗിച്ചിട്ടുണ്ട്, വാട്ടർ കണക്ഷൻ എടുത്തിട്ടുമുണ്ട്. അത് ആരാന്നുള്ളതാണ് അറിയണമെങ്കിൽ എൻ്റെ അഡ്രസ്സിൽ വന്നേക്കണതിൻ്റെ അതൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പർ എൻ്റെ അല്ല. അതിലവർ വിളിച്ച് ചോദിക്കുകയോ അന്വേഷിക്കുകയോ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു സ്ത്രീയാണ് പേരിലാണ് ഇത് എടുത്തേക്കണെന്നൊക്കെയാണ് അവർ പറയുന്നത്. എനിക്ക് അതിൻ്റെ അത് വ്യക്തമല്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല. മീഡിയ 60 കോതമംഗലം.